Good morning, dear children. Today we are going to discuss exercise 13.2, that is volume of combination of solids. First of all, volume of combination of solids. നേരത്തെ combination of surface area ചെയ്ത പോലെ തന്നെ വോളിയത്തിന്റെ കോമ്പിനേഷൻസ് ആണ്. അതായത് ഒരു കോണിന്റെ ഒരു ഹെമിസ്ഫിയറിന്റെ മുകളിൽ ഒരു കോണ്, ഒരു സിലിണ്ടറിന്റെ രണ്ട് സൈഡിലും കോൺ, അങ്ങനെ എല്ലാത്തിന്റെയും കോമ്പിനേഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം. വോളിയം ഓഫ് എ ക്യൂബ് ഇസ് ഈക്വൽ ടു എ ക്യൂബ്, വോളിയം ഓഫ് എ ക്യൂബോയിഡ് ഇസ് ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്, വോളിയം ഓഫ് എ സിലിണ്ടർ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എച്ച്, volume of a cone is equal to 1 by 3 pi r square h, volume of a hemisphere is equal to 2 by 3 pi r cube, and volume of a sphere is equal to 4 by 3 pi r cube. എല്ലാ ഇക്വേഷൻസും പഠിച്ചതാ. കോമ്പിനേഷൻ ചെയ്യുമ്പോൾ നമ്മൾ സർഫസ് ഏരിയ അയക്കാത്തിലാണെങ്കിൽ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഷേപ്സ് നമുക്ക് കാണാൻ പറ്റുമോ ആ ഷേപ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യണം. പിന്നെ നമ്മളിപ്പോ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയാൽ ആ ഷേപ്പ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതും കൂടെ ആഡ് ചെയ്താണ് നമ്മള് സർഫസ് ഏരിയ കാണുന്നത്. വോളിയത്തിനകത്തില് ഇപ്പൊ ഒരു സിലിണ്ടറിനകത്തുനിന്ന് രണ്ട് ഹെമിസ്ഫിയർ കട്ട് ചെയ്ത് മാറ്റി, റിമൈനിങ് സോളിഡിന്റെ വോളിയം കാണാൻ പറഞ്ഞാല് കട്ട് ചെയ്ത് മാറ്റിയ ഹെമിസ്ഫിയറിന്റെ വോളിയം മൈനസ് ചെയ്യണം. മനസ്സിലായോ? വോളിയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ വെയിറ്റ്, അതാണ് അതിൽ കൊള്ളുന്ന സാധനം. രണ്ട് പോർഷൻ കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറയുമ്പോൾ അത്രയും പോർഷൻ ഇല്ല അതിനകത്തില്. മനസ്സിലായോ? ഇപ്പൊ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസമേ പറഞ്ഞു, പെയിന്റ് ചെയ്യുന്ന കേസാണ് അത് വരുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ അതിനകത്തിൽ എത്ര കൊള്ളും. അപ്പൊ കുറച്ച് പോർഷൻ കട്ട് ഔട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ അത്രയും പോർഷനിലൊന്നും ഇല്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ വോളിയം കാണാൻ പറഞ്ഞാൽ നമ്മള് എപ്പോഴും മൈനസ് ചെയ്യുക ചെയ്യുന്നത്. ഇപ്പൊ ഒരു സിലിണ്ടറിന്റെ രണ്ട് സൈഡിലും രണ്ട് കോണുണ്ട്, അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം കാണാൻ പറഞ്ഞാൽ സിലിണ്ടറിന്റെ വോളിയം പ്ലസ് രണ്ട് കോണിന്റെ വോളിയം. ഓക്കെ, then we can start exercise 13.2. First question. A solid is in the shape of a cone standing on a hemisphere with both their radii being equal to 1 centimeter. Standing on a hemisphere. Cone standing on a hemisphere. Hemisphere അതിന്റെ മുകളിലൊരു cone. Standing on a hemisphere with both their radii being equal to 1 centimeter. രണ്ടിന്റെയും റേഡിയസ് 1 centimeter and height of the cone is equal to its radius. ഹൈറ്റും റേഡിയസും സെയിം ആണ്. അപ്പം h is equal to r. ഹൈറ്റും റേഡിയസും സെയിം ആണ്. r 1 centimeter തന്നിട്ടുണ്ട്, അപ്പൊ h also 1 centimeter. Then volume of the solid is equal to volume of the cone plus volume of the hemisphere. Volume of the cone is 1 by 3 pi r square h plus volume of the hemisphere is 2 by 3 pi r cube. That is 1 by 3 pi into, in terms of pi എന്നാണ് വോളിയം ഓഫ് ദ സോളിഡ് ഇൻ ടേംസ് ഓഫ് പൈ. അപ്പം പൈയുടെ വാല്യൂ നമുക്ക് ആൻസർ പൈ തന്നെ ഇട്ടാൽ മതി. അപ്പം പൈ ചേഞ്ച് ചെയ്യണ്ട. 1 by 3 pi into 1 into 1 into 1 r1 h1. ഇവിടെ r1 2 by 3 pi into 1 into 1 into 1, that is 1 by 3 pi plus 2 by 3 pi, that is 3 by 3 pi, that is pi centimeter cube. ക്ലിയർ ആയോ? ജസ്റ്റ് വോളിയം കാണാൻ തന്നിട്ടുണ്ട്, വോളിയംസ് രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, then move on to question number 2. Rachel, an engineering student, was asked to make a model shaped like a cylinder with two cones attached at its two ends by using thin aluminum sheet. ഒരു സിലിണ്ടറിന്റെ രണ്ട് സൈഡിലും കോൺ വെച്ചിട്ട് ഒരു മോഡൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞു. The diameter of the model is 3 centimeter. Diameter is 3 centimeter. Therefore, radius is equal to 3 by 2 centimeter. And the total length is 12 centimeter. If each cone has a height of 2 centimeter, ഈ രണ്ട് കോണിനും 2 centimeter ആണെങ്കിൽ height of the cylinder is equal to 12 minus 2 plus 2, 4 is equal to 8 centimeter. Okay, height of the cylinder, ഇവിടെ 2 ഒരു കോണിന്, ഇവിടുത്തെ കോണിന് 2 plus 2 4, that is 12 minus 8 into 4 is equal to 8 centimeter. The volume of the model is equal to volume of the cylinder plus volume of two cones, that is pi r square h plus 2 into 1 by 3 pi r square h. Two cones, that is 2 into 1 by 3 pi r square h.
ഞാൻ പൈ ആർ സ്ക്വയർ ചെയ്യാനുള്ള എളുപ്പത്തിന് ഞാൻ പൈ ആർ സ്ക്വയർ ഇങ്ങനെ കോമൺ എടുത്തു. എന്നിട്ട് ഇവിടുന്ന് ബാക്കി എച്ച് ഉണ്ട്, ഇവിടെ 2/3h. ഓക്കെ, ഇവിടെ രണ്ടിന്റെ എച്ച് ഡിഫറൻസ്. ഇത് ഇവിടെ കോണിന്റെ എച്ചും ഇവിടെ എന്തുവാ സിലിണ്ടറിന്റെ എച്ചുവാ കേട്ടോ. then 22/7 into 3/2 into 3/2 into 8 plus 4/3. that is നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ 7 into 2 into 2 that is 28. ആ 28 മേളത്തെ 28 കൂടെ ക്യാൻസൽ ആകും, 3 ക്യാൻസൽ ആകും, that is 66 സെന്റിമീറ്റർ ക്യൂബ്. ഇനിയും തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്. ഹോംവർക്ക് ചെയ്യേണ്ട മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സിംപ്ലിഫിക്കേഷൻസ് കുറച്ച് വരും, അതുകൊണ്ടാണ് അതിന്റെ കാൽക്കുലേഷൻസ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നിങ്ങൾ ചെയ്യുക, കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെയ്ത് ഗ്രൂപ്പിലിടാം, കിട്ടിയില്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ചെയ്ത് ഗ്രൂപ്പിലിടാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എ ഗുലാബ് ജാമുൻ കണ്ടെയ്ൻസ് ഷുഗർ സിറപ്പ് അപ് ടു അബൌട്ട് 30% ഓഫ് ഇറ്റ്സ് വോളിയം. അതിന്റെ വോളിയത്തിന്റെ 30% അതിന്റെ ഷുഗർ സിറപ്പാണ്. നമുക്കും അറിയാം ഗുലാബ് ജാമുൻ, പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ഗുലാബ് ജാമുൻ അല്ല ഇവിടുത്തെ ഗുലാബ് ജാമുന്റെ ഷേപ്പ് ഇതാണ്. രണ്ട് സൈഡിലും ഹെമിസ്ഫിയറും സിലിണ്ടറും. നമ്മള് സ്പെറിക്കലാണ് കണ്ടിട്ടുള്ളത് അല്ലയോ? ഓക്കെ, ഹൗ മച്ച് സിറപ്പ് വുഡ് ബി ഫൗണ്ട് ഇൻ 45 ഗുലാബ് ജാമുൻ ഈച്ച് ഷേപ്ഡ് ലൈക്ക് എ സിലിണ്ടർ വിത്ത് 2 ഹെമിസ്ഫെറിക്കൽ എൻഡ്സ് വിത്ത് ലെങ്ത് 5 സെന്റിമീറ്റർ ആൻഡ് ഡയമീറ്റർ 2.8 സെന്റിമീറ്റർ. ഞാൻ ചെയ്യുന്ന മെത്തേഡ് എഴുതിയിട്ടുണ്ട്. വോളിയം ഓഫ് 1 ഗുലാബ് ജാമുൻ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് 2 ഹെമിസ്ഫിയേഴ്സ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണോ അല്ല. ആർ എന്ന് പറയുന്നത് 1.4, എച്ച് എന്ന് പറയുന്നത് ഇവിടെ 1.4 വരും, ഇവിടെ 1.4 വരുമ്പോ ഇവിടെ ബാക്കി 2.2. അപ്പൊ എച്ച് is equal to 2.2. പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് 2 into 2/3 പൈ ആർ ക്യൂബ് ചെയ്യുമ്പോൾ നമുക്ക് വോളിയം ഓഫ് 1 ഗുലാബ് ജാമുൻ കിട്ടും. അതിനെ 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വോളിയം ഓഫ് 45 ഗുലാബ് ജാമുൻ കിട്ടും. പിന്നെ ഷുഗർ സിറപ്പിന്റെ കാണാൻ 30% ഓഫ് വോളിയം ഓഫ് ഗുലാബ് ജാമുൻ. 30% എന്ന് പറഞ്ഞാൽ 30/100 into വോളിയം ഓഫ് 45 ഗുലാബ് ജാമുൻ. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. Fourth question is also a homework. A pen stand made of wood is in the shape of a cuboid with 4 conical depressions to hold pens. നിങ്ങൾക്ക് അതിനകത്ത് ഫിഗർ തന്നിട്ടുണ്ട്. ഒരു പെൻ സ്റ്റാൻഡ്, താഴെ ഇങ്ങനെ പെൻ സ്റ്റാൻഡ് ഉണ്ട്. ആ പെൻ സ്റ്റാൻഡിൽ ഇങ്ങനെ നാല് പെൻ വെക്കാനുള്ള ഹോൾസ് ഉണ്ട്. വലിയ പെൻ വെക്കാനുള്ള ഹോൾസ് വരുന്നത് 4 ഹോൾസ് ഉണ്ട്. പെൻ വെക്കാനുള്ള ഹോൾ എന്ന് പറയുമ്പോൾ അത്രയും ഭാഗം കട്ട് ഔട്ട് ചെയ്ത് മാറ്റിയിരിക്കുക അല്ലയോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. The dimensions of the cuboid are 15 centimeter, 10 centimeter and 3.5 centimeter. സിലിണ്ടർ അല്ല, വോളിയം ഓഫ് ക്യൂബോയിഡ്. സിലിണ്ടർ എന്നറിയാൻ എഴുതിയതാ വോളിയം ഓഫ് ക്യൂബോയിഡ്. വോളിയം ഓഫ് ക്യൂബോയിഡ് നമുക്ക് കാണുന്ന ഇക്വേഷൻ L into B into H മൈനസ് വോളിയം ഓഫ് 4 കോൺസ്. കോണിന്റെ ഇക്വേഷൻ 1/3 pi r square h, that is 4 cones is equal to 4 into 1/3 pi r square h. മെഷർമെന്റ്സ് എല്ലാത്തിനെയും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം വോളിയം ഓഫ് ക്യൂബോയിഡ് മൈനസ് വോളിയം ഓഫ് 4 കോൺസ്. ഓക്കെ, ഹോംവർക്ക് ചെയ്യണേ. then fifth question a vessel is in the form of an inverted cone. Inverted cone എന്ന് പറഞ്ഞാൽ കോൺ ഇങ്ങനെ തിരിച്ചു വെച്ചിരിക്കുന്ന ഷേപ്പ്. Inverted cone. Its height is 8 centimeter and radius of its top, which is open, is 5 centimeter. It is filled with water up to the brim. മേളി വരെ വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട്. When lead shots, each of which is a sphere of radius 0.5 centimeter, is dropped into the vessel. നിറച്ച് ഇപ്പൊ ഒരു ബക്കറ്റിനകത്ത് നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കല്ലെടുത്ത്, വലിയൊരു കല്ലെടുത്ത് അതിനകത്തിലോട്ട് ഇടുമ്പം കുറെ വെള്ളം താഴെ പോകും. ആ താഴെ പോകുന്ന വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ഈ ഇട്ട കല്ലിന്റെ വോളിയമാണ്. ശരിയാണോ? ഇട്ട കല്ലിന് എത്ര വോളിയം ഉണ്ടോ അത്രയും വാട്ടറാണ് താഴെ പോയത്. അപ്പൊ നമ്മള് ഇതിനകത്തോട്ട് ഇങ്ങനെ കോൺ വെച്ചിരിക്കുന്നതിനകത്തോട്ട് ചെറിയ ചെറിയ ലെഡ് ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ ലെഡിന്റെ ചെറിയ ചെറിയ സ്പിയർ ഷേപ്പ് ആണത്. ബോൾ പോലെ ഇരിക്കുന്ന സാധനം നമ്മൾ അതിനകത്തോട്ട് ഇടുമ്പം നമ്മള് വെള്ളം കുറെ താഴെ പോകുന്നു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര ലെഡ് ഷോട്ട് ഇട്ടപ്പോഴാണ് വെള്ളം താഴെ പോയത് എന്ന്, എത്ര ലെഡ് ഷോട്ട് അതിനകത്ത് ഇട്ടു. താഴെ പോകുന്ന വാട്ടറിന്റെ വോളിയം തന്നിട്ടുണ്ട്. 1/4 ഓഫ് ദ വോളിയം ഓഫ് ദ കോൺ തന്നിട്ടുണ്ട്. നോക്കോ,
when lead shots, each of which is a sphere of radius 0.5 centimeter, are dropped into the vessel, 1/4 of the water flows out. അപ്പൊ നമ്മള് ഒരു കല്ലെടുത്ത് അതിനകത്തിലോട്ട് ഇടുമ്പം എത്ര വെള്ളം വെളിയിൽ പോയോ ആ വെള്ളത്തിന്റെ വോളിയം എന്ന് പറഞ്ഞത് ഈ ഇടുന്ന കല്ലിന്റെ വോളിയമാണ്. അപ്പം നോക്കിക്കോണേ, വോളിയം ഓഫ് വാട്ടർ, ആദ്യം വോളിയം ഓഫ് ദ കോൺ കാണണം. കോൺ കണ്ടിട്ട് വോളിയം ഓഫ് ദ വാട്ടർ ഫ്ലോസ് ഔട്ട് ഇസ് ഈക്വൽ ടു 1/4 ഓഫ് ദ വോളിയം ഓഫ് ദ കോൺ. അപ്പം 1/4 ഓഫ് 1/3 പൈ ഇൻറ്റു, ഇവിടെ ഞാൻ പൈ ക്യാൻസൽ ചേഞ്ച് ചെയ്തില്ല, കാരണം അടുത്തതിന് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പൈ അങ്ങ് ക്യാൻസൽ ആയി പോകും. മനസ്സിലായോ? അതായത് ഇവിടെയും ഇത് നോക്കാം, 1/4 ഇൻറ്റു 1/3 ഇൻറ്റു പൈ ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 8 വന്നു. ഇനി അടുത്തത് വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട്. ഒരു ലെഡ് ഷോട്ടിന്റെ കുറെ ലെഡ് ഷോട്ട് ഇട്ടു. അപ്പൊ ഒരു ലെഡ് ഷോട്ടിന്റെ വോളിയം എന്ന് പറയുന്നത് സ്പിയർ ആണ് ഷേപ്പ്. അപ്പൊ 4/3 പൈ ആർ ക്യൂബ്. അതായത് നമ്മൾ ചെയ്ത് വന്നപ്പോ 4/3 പൈ ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5. ഓക്കെ, ദെൻ നമ്പർ ഓഫ് ലെഡ് ഷോട്ട്സ്, എത്ര ലെഡ് ഷോട്ട് അതിനകത്തിലോട്ട് ഇട്ടിട്ടാണ് വെള്ളം ഇത്രയും വെളിയിൽ പോയെന്ന് കാണാൻ വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട്. അതാണ് ഇക്വേഷൻ. അതായത് വോളിയം എത്ര വെള്ളം വെളിയിൽ പോയോ ഡിവൈഡഡ് ബൈ അതിലെ ഒരു ലെഡ് ഷോട്ടിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ലെഡ് ഷോട്ട്സ് ഇട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പം വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട്, ദാറ്റ് ഈസ് വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട് ഇസ് ഈക്വൽ ടു 1/4 ഇൻറ്റു 1/3 ഇൻറ്റു പൈ ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു ഒന്നിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാൻ പിന്നെ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അങ്ങനെ ചെയ്ത് ഡിവൈഡഡ് ബൈ 4/3 പൈ ഇൻറ്റു 0.5 ഇൻറ്റു 0.5 ഇൻറ്റു 0.5. ഇവിടെ 0.3 എണ്ണം ഉണ്ട്, ഞാനത് ചേഞ്ച് ചെയ്ത് 1000 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ബാക്കി എല്ലാം ക്യാൻസൽ ചെയ്ത് വന്നപ്പോൾ എത്ര ലെഡ് ഷോട്ട്സ് കിട്ടി? 100 ലെഡ് ഷോട്ട്സ്. അതായത് വോളിയം ഓഫ് വാട്ടർ ഫ്ലോസ് ഔട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 ലെഡ് ഷോട്ട്. അപ്പോഴാണ് നമുക്ക് എത്ര ലെഡ് ഷോട്ട് ഇതിനകത്തിൽ ഇട്ടു എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കാം കേട്ടോ. താങ്ക് യു.